ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്, അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളോടുള്ള അവരുടെ തോട്ട്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ്. അതായത് അവരുടെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ചാരിയറ്റ് ആണ്. 5 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻസ്. നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇപ്പം അവർ സ്വന്തം കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന ഒരാളായിട്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു വ്യക്തി. ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ എഫേർട്ടിനൊന്നും വലിയ ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇവരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് അതുപോലെ നിങ്ങൾ ഈ പേഴ്സണെ ഇമോഷണലി ആയാലും ലൈഫിൽ ഫിനാൻഷ്യലി ആയാലും പലതരത്തിലും നിങ്ങൾ ഇവരെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ കയ്യൊപ്പുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ ഡിസപ്പോയിൻമെൻ്റ് ആണ് പേഴ്സൻ്റെ എനർജി. ഇപ്പം നോക്കുമ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആണ്. എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളിൽ നിന്നും. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാണ്ട് ഇങ്ങനെ എസ്കേപ്പായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവണം. ഈ പേഴ്സൻ്റെ ഒരു തീരുമാനം നോക്കുമ്പം ഏസ് ഓഫ് കപ്സും അതുപോലെ ചാരിയറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇത് പോസിറ്റീവ് കാർഡ്സ് ആണ്. ഒരു മാരേജ്, ഒരു ന്യൂ ലവ് തരിക, ന്യൂ ഫീലിങ്സ്, അതുപോലെ ഒരു വിക്ടറി ഒക്കെയാണ് കാണുന്നത്. അതായത് ആക്ഷൻ എടുക്കും, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഈ പേഴ്സൺ എടുക്കും എന്നുള്ളതാണ്. ചാരിയറ്റ് എന്ന് പറയുമ്പം വരുന്ന ഒരു രാജകുമാരനെ കാണിച്ചു തരുന്നതാണ്. അതായത് അവർ എഗെയിൻ വരും എന്നുള്ളത്. പക്ഷേ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവർക്ക് വരാതിരിക്കാനുള്ള മീൻസ് നിങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്. അവർ എസ്കേപ്പായി നിൽക്കുന്നതിനും ഒരു പ്രത്യേക കാരണമുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളടുത്ത്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. ആൻഡ് അതുപോലെ ഈ പേഴ്സൻ്റെ ലൈഫിലും നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുള്ള ഒരാളാണ്. അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതായത് അവരിപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഉള്ള ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ആദ്യം ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആളായിക്കോട്ടെ, എന്താണെങ്കിലും അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആളുകളേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. ഓക്കെ, അത് അവർ എക്സ്പീരിയൻസ് ചെയ്തു. അത് അവർക്കത് അറിയാം. നിങ്ങളാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്, നിങ്ങളാണ് സഹായിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അതൊക്കെ റീസൺ കൊണ്ട് അവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമാണ്. കാരണം അവരുടെ ലൈഫിൽ ഒരു പോയിന്റിൽ നിങ്ങളെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളായിരിക്കണം സപ്പോർട്ടായിട്ട്. സ്നേഹത്തിലായാലും ഫിനാൻഷ്യലി ആയാലും ഒരു ബാക്ക് സപ്പോർട്ടായിട്ട്, ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളായിരിക്കണം. അപ്പോൾ അത് ആ പേഴ്സൺ അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം തിരിച്ച് ഈ പേഴ്സൺ നിങ്ങളടുത്തുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് കറക്റ്റായിട്ട് ആ ഒരു
നിങ്ങളിലേക്ക് വരേണ്ട ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ഉള്ളിൽ അവർക്ക് വേണ്ടത് നിങ്ങളെയാണ്, പക്ഷെ നിങ്ങളിലേക്കൊരു കാല് എടുത്തു വെക്കാൻ അവർക്ക് പറ്റുന്നില്ല. റീസൺ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ എസ്കേപ്പായി മാറി നിൽക്കുകയാണ്, മൂവ് ഓൺ ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആ ഒരു വിക്ടറി, ആഗ്രഹത്തിലുള്ള ഒരു വിക്ടറി അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവരത് ഓപ്പൺ ആയിട്ട് പറയാനും ശ്രമിക്കുന്നില്ല. അതായത് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ പേഴ്സണ് നിൽക്കുമ്പോഴും അവരത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, സൈലൻ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, അതാണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു എനർജി. എസ്കേപ്പായി സൈലൻ്റ് ആയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. ഡിസപ്പോയിൻമെൻറ്റ് തോന്നുന്നുണ്ട് അവർക്ക് ഭയങ്കരമായിട്ടും. എന്താണ് ഇതിൻ്റെ ഇടയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Wheel of Fortune, 5 of Swords, Knight of Pentacles, 7 of Pentacles, 3 of Pentacles വന്നിട്ടുണ്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക്. സോ നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി തന്നെയാണ്. ഫിനാൻഷ്യലി ഉള്ളൊരു ബുദ്ധിമുട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. അതായത് ഫിനാൻഷ്യലി അവർ ഭയങ്കര സ്ട്രഗിളിങ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പേഴ്സൺ അത് നൽകാൻ ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റുകൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളത്, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ അങ്ങോട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ തിരിച്ച് സഹായിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കണം. ഓക്കെ, അതായത് അവർക്കൊരു ഈഗോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങളല്ലേ എപ്പോഴും സഹായിക്കുന്നതെന്നുള്ള, അല്ലെങ്കിൽ ഞാനൊന്നും തിരിച്ച് ചെയ്യുന്നില്ലല്ലോ, എനിക്കൊരു ഞാൻ അവർക്ക് ഓക്കെ ആയിരിക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു തോട്ട്സ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 7 ഓഫ് പെൻഡക്കിൾ ഉണ്ട്. ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ആളുകൾ എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. റെസ്പോൺസിബിലിറ്റി ആണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട്. ഇവിടെ മൂൺ എനർജി വരുന്നുണ്ട് 7 ഓഫ് പെൻഡക്കിളിൽ. ഹൈഡ് ചെയ്യേണ്ടി വരുന്നു, ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. അവർക്ക് ഇന്ന കടമകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ നിങ്ങളെ ലൈഫിലേക്ക് എടുക്കേണ്ട കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇങ്ങനെയുള്ള അംഗങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകളെ വിചാരിച്ചിട്ടാണ്. മേ ബി അവർ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുക്കുന്നതിന് അവർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ആളുകൾ കാരണമാണെന്നുള്ള രീതിയിലാണ്. അത് ഫ്രണ്ട്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പേരെ കാണിക്കുകയാണ്. ഓക്കെ, ആൻഡ് അതുപോലെ നൈറ്റ് ഓഫ് പെൻഡക്കിളും 5 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. സമയം അനുകൂലമാകുമ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പം ഈ പേഴ്സൺ വായടച്ചിരിക്കുകയാണ്, അവരിതൊന്നും ഓപ്പൺ ആയിട്ട് പറയുന്നില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഏസ് ഓഫ് കപ്സ് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ കണ്ടു. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഒരാൾ എന്തുകൊണ്ട് ഇത് ഓപ്പണായി പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറല്ലേ, അപ്പോൾ പാർട്ട്ണറോട് പറഞ്ഞൊരു ഡിസിഷൻ എടുത്തൂടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഈ ഒരു എനർജിയിൽ ഇപ്പം അവർ സൈലൻ്റ് ആണ്. അപ്പം ആ എനർജി മാറും. ഓക്കെ, വഴിയെ ആ എനർജി മാറും. ഒരു നമ്മളെന്താ പറയുക, ഈ കണ്ടകശനി വന്നു പോവുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു എനർജി മാറും. അതിനുശേഷം അവർ ഓപ്പൺ ആകും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, സമയം അനുകൂലമാകും, നിങ്ങൾക്കെതിരെ സമയം അനുകൂലമാകും എന്നുള്ളത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ തേർഡ് പാർട്ടീസ് ഉള്ളവരിൽ ചില തേർഡ് പാർട്ടീസിന് ഇവർക്ക് പേടിയാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ അവർക്ക് പേടിയാണ്. അപ്പം ആ സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പം അവർക്ക് ഇത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് രണ്ട് വശവും ചിന്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ വേദനാജനകമാണ് ആ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഇപ്പം കറൻ്റ്ലി ആ പേഴ്സൻ്റെ മനസ്സിൽ നടക്കുന്നതും, അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷനായിട്ട് അവർ തീരുമാനിച്ചേക്കുന്നത് നിങ്ങളെ വേണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കാൻ അവരൊരു കാൽച്ചോട് എടുത്ത് വെക്കുന്നില്ല എന്നുള്ളതാണ്, ഒരു സ്റ്റക്ക് എനർജി പോലെ. ഓക്കെ, ഇപ്പം നിങ്ങൾ കുറേ നാളുകളായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ടെന്ന് കരുതാം. അതായത് വർഷങ്ങളായിട്ടില്ല, ഇനിയിപ്പോൾ എന്തിനാ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ സമയം അനുകൂലമാകുമ്പോൾ എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും. ഇങ്ങനെ വെയിറ്റിംഗ് എനർജി ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, വരേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും.
ഇവിടെ ഒരു ടവർ എനർജി ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, മേജർ ആയിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ മേജർ കാർഡാണത്. അത് എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത്, കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഒരുപാട് ഏജ് കഴിഞ്ഞു പോയിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ വെയിറ്റിംഗ് എനർജി എപ്പോഴും കൊടുക്കാതിരിക്കുക. അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. അത് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ വിട്ട് കളയുക. നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുക. നിങ്ങളുടെ സോളിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ് അവരുടെ. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, നൈസ്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്, 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു 4 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞത് ഒരു സോൾ കണക്ഷൻ കാണിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ പറ്റാത്ത രീതിയിൽ. എത്രയൊക്കെ ദുഷ്ടത്തരം കാണിച്ചാൽ പോലും മറക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ വെച്ചാലും ദേഷ്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പം അത്രയും സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നതാണ്, ഒരു സോൾ കണക്ഷൻ കാണിക്കുന്നതാണ്. മേ ബി ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ഓക്കെ, അപ്പം ഇതൊരു റിയൂണിയൻ കാർഡും കൂടിയാണ് കേട്ടോ. ഇത് അവരുടെ ഒരു നെക്സ്റ്റ് ആക്ഷനിൽ വരുന്ന ഒരു കാര്യമാണ് റിയൂണിയൻ എന്നുള്ളത്. ഇത് ടെമ്പറൻസ് ആണ്. ഇത് ബാലൻസ്ഡ് ആണ്. ഇതെനിക്ക് മിഡിലിൽ കിട്ടിയിട്ടുള്ള ഒരു കാർഡാണ്. ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണ്, ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഒരു ബൗണ്ടറീൻ്റെ അകത്ത് അവർ ഇരിക്കുവാണ്. ഇപ്പം ഇവർ വെച്ചിരിക്കുന്ന ഈ ബൗണ്ടറീൻ്റെ അകത്തോട്ട് പുറത്തുനിന്ന് ഒരാളെയോ ഒന്നിനെയും അവർ സ്വീകരിക്കുന്നില്ല. അവർ അവരുടേതായിട്ടുള്ളൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ബാലൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവർ സൈലൻ്റ് ആണ്. അവർ നിങ്ങൾക്ക് അങ്ങോട്ട് തരാനോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എനർജികൾ മേ ബി വല്ലപ്പോഴും ഒന്ന് കോണ്ടാക്ട് ചെയ്ത്, അതായത് ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാകാം. ഒന്ന് അന്വേഷിക്കുക. ഇപ്പം ഇന്ന് ബ്ലോക്ക് അടിച്ച് ഇന്നൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ബ്ലോക്ക് ആക്കാം. അതൊക്കെ ഒരു ബാലൻസ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു എനർജിയാണ്. അത് ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ലവേഴ്സ് കാർഡാണിത് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇത് തന്നെ സെയിം എനർജി തന്നെ. അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. നിങ്ങൾ ആ ഒരു പൊസിഷനിൽ വെച്ചേക്കുവാണ്. അപ്പം അങ്ങനെയുള്ള അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലാണ് നിങ്ങളെ അവർ വെച്ചേക്കുന്നത്. പക്ഷേ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അവർ വായടച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താ പറയുക, അതേപോലെ തന്നെ ഇവിടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ പേഴ്സണ് ഇവിടെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടും മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളൊരു വിചാരമുള്ളൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. എങ്ങനെ ഇത് ശരിയാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കരുതും, നിങ്ങൾ എന്ത് കരുതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ തേർഡ് പാർട്ടീസുകൾ എന്ത് കരുതും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം അവരിപ്പം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ അവരുടെ ഉള്ളിലേക്ക് വരുന്നില്ല. തീരുമാനങ്ങളുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സക്സസ്സിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു നെക്സ്റ്റ് ആക്ഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും ഈ ഐഡിയാസുകൾ അവർക്ക് ഇങ്ങനെ ക്രിയേറ്റ് ആക്കാനേ പറ്റുന്നുള്ളൂ. അതൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ സമയം അനുകൂലമാകുമ്പോൾ അത് കറക്റ്റായിട്ട് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.